ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തുള്ള ഉത്രാളിക്കാവ് പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള എക്സിബിഷന് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണ്. അത്രമാത്രമൊന്നും അവിടെ ക്യാപ്ചർ ചെയ്യാനുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ രണ്ടാമത്തെ വൈകുന്നേരം നല്ല തിരക്കായിരുന്നു. വൈകുന്നേരമാണ് പോയത്. ഞാനും അരുണേണ്ണും ഇവിടുന്ന് പോയി. അച്ഛനും അമ്മയൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റോളുകൾ വന്നിട്ട് ഈ മൃഗങ്ങളും പക്ഷികളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് കൂടുതലും. അതിനുശേഷം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അത്ര സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ വളരെ ലിമിറ്റഡ് ആയിരുന്നു കേട്ടോ. 40 രൂപയാണ് എൻട്രി ഫീസ് ഉണ്ടായിരുന്നത്. 40 രൂപയ്ക്ക് ഉള്ളതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അത്രേ ഉള്ളൂ. പിന്നെ കുറേ റൈഡുകളും അതൊക്കെ തന്നെ ഉള്ളൂ. ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി വേണമെങ്കിൽ നോക്കാമെന്ന് മാത്രം. അപ്പോൾ ഇത് പൂരത്തിന് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. പൂരം കഴിഞ്ഞു, അതിനുശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. വേണ്ട ചെന്നൈയിലെ തലയിലേക്ക് വന്നിരുന്നു. പല്ലൊന്നുണ്ടാവില്ലേ? പല്ല പിടിക്കല്ലേ? പല്ലുണ്ട്. കൂടുതൽ സ്പേസും ഈ പക്ഷികളും മൃഗാദികളും തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ വേഗം പുറത്തിറങ്ങി. കാരണം അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു. ഈവനിങ് ആണെങ്കിൽ കൂടെ നല്ല ചൂടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയതും ഇങ്ങനെ ഒരു സ്പേസ് ആണുള്ളത്. അവിടെ കുറേ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അവിടെയൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടെ പോയി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു. പിന്നെ ഇവിടെ തന്നെ ഈ കുതിരകളും ഒട്ടകമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറാം. 100 രൂപയെ തോന്നുന്നു ഒരു ടിക്കറ്റിന്. ഞാൻ ശിവുവിനെ കയറ്റാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അപ്പോഴത്തേനും അനിയൻ വന്നു. അതിനുശേഷം വീണ്ടും ഇത് ഇങ്ങനെ കുറച്ച് സ്റ്റോളുകൾ തന്നെയാണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. കാണാനൊന്നുമുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് എൻ്റെ ഫോണിനൊരു കവറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി നമ്മളത് ബജ്ജിയൊക്കെ കഴിച്ചു. ഇനി ഒരു റൈഡിലൊക്കെ കയറാമെന്ന് വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം അച്ഛൻ വന്നില്ല, അച്ഛൻ അവിടെ തന്നെ ഇരുന്നു. നമ്മൾ ഈ ഒരു സംഭവത്തിൽ മാത്രമേ കയറിയുള്ളൂ കേട്ടോ. വേറെ ഒന്നിലും കയറാൻ പോയില്ല. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കയറിയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാനും അമ്മയും മാത്രമായിരുന്നു ഒരു ക്യാബിനിൽ. അപ്പോൾ ശിവുവിനെയും കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അവൻ ഓക്കെ ആയിരുന്നു. പക്ഷേ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാനുണ്ടായത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.